നമ്പർ 2, പാകിസ്ഥാനിൽ വെച്ചാലുള്ള ഒരു ഗുണം നോക്കിക്കോ. ഇപ്പോൾ ഇന്തോനേഷ്യയിലാണെങ്കിൽ ഇറാൻ ഇന്തോനേഷ്യ വരെ പോകണം, എത്ര രാജ്യങ്ങൾ ക്രോസ് ചെയ്യണം. പാകിസ്ഥാനാകുമ്പോൾ തൊട്ടയൽവക്കത്തെ വടക്ക് വശത്താണ്, വടക്കേ വെയിൽ നൂണ്ട് കഴിഞ്ഞാൽ പാകിസ്ഥാനായി, ഒരു റിസ്ക്കും ഇല്ല. ഇതൊരു റിസ്ക് അല്ലേ? ഈവൻ ഇന്ത്യയിൽ വയ്ക്കുകയാണെങ്കിൽ പോലും ഗൾഫ് കൺട്രീസ് കടന്നു വേണം ഇറാൻ ഇങ്ങോട്ട് വരാൻ, അല്ലെങ്കിൽ പിന്നെ ആ ചാബഹാർ എന്നൊക്കെ ഇടുക്കിലൊക്കെ കൂടെയൊക്കെ വരാൻ വലിയ പ്രയാസമാണ്. വേറൊരു രാജ്യം ക്രോസ് ചെയ്ത് ഇറാൻ്റെ നേതാക്കന്മാർ ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഡേഞ്ചറസാണ്. ഇസ്രായേലൊന്നും ചെയ്യില്ല കേട്ടോ. ഇസ്രായേൽ ചെയ്യാനാണെങ്കിൽ പണ്ടേ ചെയ്തേനെ. ഈ അബ്ബാസ് അറാഖ്ചി, ഈ ഗാലിബാഫ്, അവരുടെ സ്പീക്കർ, ഇവരെയൊക്കെ തട്ടാൻ ഇസ്രായേലിന് പണ്ടേ സാധിച്ചേനെ. കുറച്ച് പേരെ ഇസ്രായേൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. വർത്തമാനം പറയാൻ ആരെങ്കിലും വേണമല്ലോ, അതുകൊണ്ട് അവരെ വെച്ചിരിക്കുക. അല്ലാതെ അതുകൊണ്ട് അവർ ഫ്ലൈറ്റിൽ പോയിരുന്നെങ്കിൽ ഇസ്രായേൽ കൊന്നു കളഞ്ഞാൽ അങ്ങനെയുള്ള പേടി വേണ്ട. ബട്ട് മറ്റ് രാജ്യങ്ങൾക്ക് മുകളിലൂടെ ഇറാൻ ഇപ്പോൾ പറക്കുന്നത്, ഇറാന് അതിനുള്ള ധൈര്യമില്ല. ലുക്കറ്റ് നെതന്യാഹു, പുള്ളി അമേരിക്കയിലേക്ക് പോകുന്നത് എങ്ങനെ? കഴിവുന്നതും യൂറോപ്പ് ഒഴിവാക്കിക്കൊണ്ടാണ് പോകുന്നത്. ചിലപ്പോൾ ഫ്രാൻസിൻ്റെ തീരത്തോ മറ്റോ ഒന്ന് തൊട്ടിട്ട് അങ്ങനെ കടന്നു കളയും. കാരണം ഇതാണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് വാർ ക്രൈം അങ്ങേര് കൊലപാതകയാണെന്നോ അങ്ങനെ എന്തോ തീരുമാനിച്ചിട്ടുണ്ട്. പുടിൻ നോക്ക്, പുടിനും ഈ ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടന്നു. എവിടെ വെച്ചാണ്? അലാസ്കയിൽ. എന്താ അലാസ്കയിൽ ആ തണുപ്പത്ത് കൊണ്ടുപോയി വയ്ക്കാൻ കാര്യം? അലാസ്ക അമേരിക്കയുടെ ഭാഗമാണ്, റഷ്യയുടെ വളരെ അടുത്താണ്. അലാസ്കയുടെ മുനമ്പും റഷ്യയുടെ മുനമ്പും തമ്മിൽ ആകെ വ്യത്യാസം 2.5 കിലോമീറ്റർ, 2.2 കിലോമീറ്റേഴ്സ്. അതുകൊണ്ടാണ് അലാസ്ക, അല്ലെങ്കിൽ ന്യൂയോർക്കിലോ വാഷിങ്ടണിലോ വയ്ക്കരുതോ. അവിടെ വയ്ക്കണമെങ്കിൽ വേറെ കൺട്രി ക്രോസ് ചെയ്ത് വരേണ്ടി വരും. പുടിനും ഇവരുടെ വാർ ക്രിമിനലാണ് ICJയുടെ. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ. ഇതൊന്നും അറിയാൻ പറ്റാതെ ചുമ്മാ പാകിസ്ഥാൻ മധ്യസ്ഥനായി, നമ്മളായില്ല, അതുകൊണ്ട് നരേന്ദ്രമോദി മോശക്കാരൻ. നരേന്ദ്രമോദി കഞ്ഞി കുടിക്കാനുള്ള വകയുണ്ടാക്കുന്നത് പാകിസ്ഥാനിലുണ്ടോ? എത്രയാ? 358 രൂപ 1 ലിറ്റർ പെട്രോൾ, 422 രൂപ 1 ലിറ്റർ ഡീസൽ പാകിസ്ഥാൻ രൂപയാണ്. ഇന്ത്യൻ രൂപയായിട്ട് അത് കൺവേർട്ട് ചെയ്യുമ്പോൾ 170 160 രൂപ വരും. എന്നാലും ഇവിടെ പെട്രോളിന് 160 രൂപ ഇല്ലല്ലോ, ഉണ്ടോ? അതൊരു മോദിക്ക് മധ്യസ്ഥനായില്ല, വല്ലവരുടെയും മഴക്കിൽ പോയി തല വെച്ചിട്ട്. നമുക്ക് പറയാനുള്ള കാര്യം നമ്മൾ പറഞ്ഞു. നമ്മളുടെ ഒരു കപ്പലും ഹോർമൂസിൽ തടഞ്ഞു വെച്ചില്ല. ആ കൺഫ്യൂഷൻ ഉണ്ടായ കുറച്ച് ദിവസം ഒരു കപ്പലും പോയില്ല, നമ്മുടെ കപ്പലും പോയില്ല, റിസ്ക് എടുക്കാതെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കപ്പൽ വിട്ടു. നമുക്ക് പിന്നെന്താ പരാതി? നമ്മുടെ സ്റ്റാൻഡ് വളരെ ക്ലിയറാക്കി ഇന്നലെ കുറേ കൂടെ സ്ട്രോങ് ആയിട്ട് നമ്മൾ പറഞ്ഞു. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ വാട്ടർവേ ആണ്. അതിലാരും നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ പാടില്ല. അതൊരു ബേസിക് കാര്യമാണെന്നേ. ഒരു റോഡിൻ്റെ 2 വശത്തുള്ള വീട്ടുകാർ തമ്മിൽ വഴക്കാണെന്ന് പറഞ്ഞിട്ട് റോഡ് ബ്ലോക്ക് ചെയ്യാൻ ആരെങ്കിലും സമ്മതിക്കുമോ? റോഡ് നാട്ടുകാർക്കെല്ലാം പോകാനല്ലേ, നിങ്ങൾ തമ്മിൽ വഴക്കിടും, റോഡ് ബ്ലോക്ക് ചെയ്യണം. അതെന്ത് പരിപാടി? പകുതി റോഡ് എൻ്റെയാണ്, പകുതി റോഡ് അയാളുടെ, അങ്ങനെയൊന്നുമല്ല. മുഴുവൻ റോഡും നാട്ടുകാരുടെ മുഴുവൻ പേരുടെയാണ്. നിങ്ങൾക്കും അവകാശമുണ്ട്, നാട്ടുകാർക്കെല്ലാം അവകാശമുണ്ട്. ഇതാണ് ഇന്ത്യയുടെ സ്റ്റാൻഡ്. ഇത് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് സ്റ്റാൻഡല്ലേ.